ജയിക്കുമായിരിക്കും. അജിത്തേട്ടൻ ജയിക്കാനാണ് സാധ്യത. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ഇടതുപക്ഷത്തിനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്. ഇത്തവണ BJP ഭരണത്തിൽ വരും. അജിത്ത്. തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ആവേശത്തിലാണ് വൈക്കം നിയോജക മണ്ഡലം. ഇത്തവണ LDF-ന് വേണ്ടി CPI-യുടെ P പ്രദീപാണ് മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി K ബിനിമോനും അതോടൊപ്പം തന്നെ മുൻ MLA കൂടിയായ K അജിത്താണ് ഇത്തവണ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇതോടുകൂടി വൈക്കത്ത് നടക്കാൻ പോകുന്നത് ഒരു ശക്തിയേറിയ ത്രികോണ മത്സരമാണ്. നമ്മൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചോദിക്കാം, ഇത്തവണ വൈക്കം ആർക്കൊപ്പം? സ്ഥാനാർത്ഥി അജിത്ത് ജയിക്കൂടെ? പിന്നെ ജനം മുഴുവൻ ഇളകിയിരിക്കും ഇവിടെ. ഭയങ്കര മത്സരം ഇവിടെ, ശക്തമായ ജനം മൊത്തം ഇളകിയിരിക്കുക. ഒരുമാതിരിപ്പെട്ട പ്രദേശങ്ങളെല്ലാം മനസ്സറിഞ്ഞ ആളുകൾ ഇങ്ങോട്ട് ഒഴുകുക. എനിക്കൊരു 99.9% പ്രതീക്ഷ. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ഇടതുപക്ഷത്തിനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്. അതാണ് ഞങ്ങളുടെ ഇത്. രണ്ടുപേരും ഈക്വലാണെന്ന് എൻ്റെ തോന്നൽ. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എന്നാലും രണ്ടുപേരും മുൻപന്തിയിലാണ്. ജയിക്കുന്നൊന്നും പറയാൻ പറ്റൂല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അജിത്ത് മാറിയത് കാരണം കുറേ വോട്ട് അജിത്തിൻ്റെ പോകും. ഇപ്പോൾ 1000 രൂപ വീതം എല്ലാവർക്കും പഠിക്കുന്നവർക്കൊക്കെ, സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര. ആ പോലെ കടം കയറിയിരിക്കുന്ന ഈ നാട്ടിൽ സൗജന്യ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരെങ്ങനെ യാത്ര ചെയ്യണ്ടേ? അതൊക്കെ ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും. അതൊക്കെ ചുമ്മാ പറയാനുള്ള ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുക. ഇതും പറയാനില്ല, ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. എല്ലാവർക്കും 1000 രൂപ സന്തോഷം, ഹാപ്പി ഹാപ്പി ഹാപ്പി. 1000 രൂപ പിള്ളേർക്കൊക്കെ, സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര. അതൊക്കെ എങ്ങനെ നടക്കും? അതുപോലെ പുരുഷന്മാരുടെ യാത്രയൊക്കെ വിഡിത്തങ്ങളെല്ലാവരും പറയും. നോൺസെൻസ്. ഐ ഹേറ്റ് ദി പൊളിറ്റിക്സ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മുടെ വൈക്കം വികസിക്കട്ടെ, അജിത്ത് ജയിക്കട്ടെ. ശക്തമായ പോരാട്ടമാണോ? ഈസി ആയിട്ട് ചെയ്യും. ശക്തമായ പോരാട്ടമല്ല, ഈസി ആയിട്ട് ചെയ്യും. ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ജില്ലാ ഓഫീസറായിട്ട് ജോലി വർഷങ്ങളോളം ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അറിയാം. അപൂർവം ചില ആൾക്കാർ നല്ല രാഷ്ട്രീയ പാർട്ടി എല്ലാ പാർട്ടിയിലുണ്ട്. പക്ഷേ കൂടുതലും അധികാരമോഹത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അജിത്ത്. കാരണം ഒരു മാറ്റം വേണം. മുൻ MLA ആണ്, 2 ടേമിൽ ഇവിടെ ഉണ്ടായിരുന്ന MLA ആണ്. അപ്പോൾ പുള്ളി വേറൊരു പാർട്ടി തിരഞ്ഞെടുത്തത് ഇവിടെ പുള്ളിക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം അവർ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വൈക്കത്ത് എല്ലാവർക്കും അറിയാം, വൈക്കത്ത് ഒരു ഡെവലപ്മെന്റ് വന്നിട്ട് വർഷങ്ങളായി. ഇവിടെ ഒരു പാലം വരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറേ നാൾ കാത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പുള്ളി ഒരു മാറ്റം കൊണ്ടുവരും. അതേപോലെ തന്നെ മോദി ഒരു ഡെവലപ്മെന്റ് ഫിഗറാണ്. പുള്ളി മാറ്റം കൊണ്ടുവരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ അഭിപ്രായം. UDF സ്ഥാനാർത്ഥി വിജയം വരിക്കുന്നുള്ള ഉറപ്പാണ്. അതെ, ശക്തമായ മത്സരമാണ്. ജയിക്കണമെന്നുള്ള എല്ലാവരുടെ ആഗ്രഹവും പോലെ അജിത്തേട്ടൻ ജയിക്കാനാണ് സാധ്യത. വരാൻ സാധ്യതയുണ്ട്. മത്സരം നല്ല ടൈറ്റ് ആകുമെന്നുള്ള സാധ്യതയുണ്ട്. 100% പ്രതിനിധിയുണ്ടാക്കി. കാരണം CPI-യുടെ മേഖലയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. LDF ഭരിക്കാനാണ് സാധ്യത. ഇത്തവണ ഭരണം എന്തായാലും മാറും. BJP തന്നെ ജയിക്കുന്നതായിരിക്കും. വൈക്കം കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു VA-ക്ക് കൊണ്ടുപോകും. വേറെ കൊണ്ടുപോകാൻ സാധ്യത എനിക്കില്ല. മാർക്സിലേക്ക് അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നിയില്ല. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് വൈക്കത്ത് നടക്കാൻ പോകുന്നത് എന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അഭിപ്രായങ്ങൾ വോട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.